ഭാര്യമാരെ തല്ലാൻ പാടില്ല എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭർത്താവ് ആരാന്നറിയോ? ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പ്രമാണം പറയാം, നല്ല നിലക്ക് പെണ്ണുങ്ങളോട് സമീപിക്കുന്നവനാണ്. നല്ല ഭാര്യ ആരാന്നറിയോ? നല്ല ഭാര്യ ആരാ? നല്ല ഭാര്യ ആരാ? ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ലവരായ സ്ത്രീകൾ ആരാണെന്നറിയോ? ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കുന്നതൊക്കെ സംരക്ഷിക്കുന്നവളാ, വിനയമുള്ളവളാണ്, അനുസരണശീലമുള്ളവളാ. പ്രമാണം പറയണം, ഖുർആനും സുന്നത്തും പഠിപ്പിക്കണം. നല്ല നിലക്ക് ഭർത്താവിനെ അനുസരിക്കണോ? ഏതുവരെ എന്നറിയുന്നത് അള്ളാന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കുന്ന നസ്നദികൾക്ക്. ഒട്ടകപ്പുറത്തുനിന്ന് ഒരാള് പെണ്ണിരിക്കണോ എന്ന് വിളിച്ചാൽ പോലും ഇറങ്ങി വരണോന്ന്. അടുക്കളപ്പണിയില്ല, ഭർത്താവ് വിളിക്കണില്ലേ ഹാജത്തിഹ, ചെല്ലണോന്ന്. ചെല്ലണം. അങ്ങനെ പോയ എന്താ വെച്ചെന്നറിയൂ? അള്ളാഹുവിന്റെ റസൂല് പറയാ, ആണിനും പെണ്ണിനും സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം ഏതാണെന്നറിയോ? എല്ലാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വുളു എടുക്കാറില്ലേ? ഈ വുളു എടുക്കുമ്പോൾ വുളുവിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നിർവഹിച്ചവന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തത് പെണ്ണുങ്ങളിലേക്ക് മാത്രം പരിമിതമായതാ, സ്ത്രീകൾക്ക് മാത്രമുള്ളതാ. അത് ഭർത്തമതികളായ സ്ത്രീകൾക്ക് മാത്രമുള്ളതാ. 5 നേരത്തെ നമസ്കാരം, റമദാൻ മാസത്തിൽ നോമ്പ്, അതുപോലെ തന്നെ തന്റെ ലൈംഗികാവയത്തെ കാത്തു സൂക്ഷിക്കൽ, തന്റെ പ്രിയതമനെ അനുസരിക്കുക കൂടി ചെയ്താലോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ ആ ഭാര്യയായ സ്ത്രീക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അനുസരിക്കണമെന്ന് മാത്രം, കണ്ടീഷൻ വെച്ചില്ല. പറഞ്ഞാ കേൾക്കണം. ഒരിക്കലും അറബി മാഷ് പറഞ്ഞെന്താ വെച്ചാൽ ഒരു ഹർഫോള് പറഞ്ഞാൽ കേൾക്കൂലെന്ന്. അത് ഇംഗ്ലീഷ് മാഷാണെങ്കിലോ A to Z പറഞ്ഞാൽ കേൾക്കൂലെന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഭാഷ. നമ്മളെ ഭാഷയിലോ പല ഭാഷ. ചിലർ തുറന്നാൽ സുബ്ഹാനല്ലാഹ് ഭരണിപ്പാട്ട വരിക. മുസ്കരിക്കും നോമ്പുകൾക്കൊക്കെ ചെയ്യും. തുറന്നു തന്നെ പറയണം. ആരും പ്രതീക്ഷിക്കാനല്ലേ പറഞ്ഞത്. പ്രമാണം അവിടെയും കൂടി വേണമെന്ന് പറയാൻ. ആരാന്റെ നെഞ്ചത്തേക്ക് കയറിനോടുത്ത് മാത്രം പ്രമാണം പറഞ്ഞാൽ പോരാ, അവനാന്റെ നെഞ്ചത്തേക്ക് കൂടി കയറിനോടുത്ത് പ്രമാണം ആവശ്യം. അഥവാ സ്വന്തം ജീവിതത്തിലാണ് ആദ്യം പ്രമാണത്തെ മുറുകെ പിടിക്കേണ്ടത്. ഞാൻ ഒറ്റ വാക്കിൽ ചുരുക്കട്ടെ. തൗഹീദ് പ്രമാണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, സുന്നത്ത് പ്രമാണത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത് അല്ലേ? ഏത് കാര്യം വിദ്യാർത്ഥികൾ ഒഴിവാക്കിയത് പ്രമാണത്തിൽ നിന്നാണ്. ശിർക്ക് ഒഴിവാക്കിയത് നമ്മൾ പ്രമാണത്തിൽ നിന്നാണ്. തൗഹീദിന്റെ ലോകം തിരഞ്ഞെടുത്തത്, തൗഹീദിന്റെ 3 ഇനങ്ങൾ പഠിച്ചത് പ്രമാണബദ്ധമായ, വിദഅത്തുകൾ ഒഴിവാക്കി സുന്നത്തിന്റെ ലോകം തിരഞ്ഞെടുത്തത് പ്രമാണബദ്ധമായ. കുടുംബജീവിതവും പ്രമാണബദ്ധമാകണം, വേഷം പ്രമാണബദ്ധമാകണം, സംസ്കാരം പ്രമാണബദ്ധമാകണം, ആദർശ ജീവിതം പ്രമാണബദ്ധമാകണം, ഓരോ നോട്ടവും ചലനങ്ങൾ പോലും പ്രമാണബദ്ധമാകണം. ഇടപെടലും സാമ്പത്തിക രംഗവും അയൽപ്പക്ക ബന്ധവും കുടുംബ ബന്ധവും സാമൂഹിക ബന്ധവും രാഷ്ട്രീയം പോലും പ്രമാണബദ്ധമാകണം. എല്ലാം പ്രമാണത്തിനനുസരിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.